Hi guys, welcome to a new video. And this video, I wish to summarize the work Please Look After Mom by the Korean writer Kyung Suk Shin, and it is her internationally acclaimed work. It is translated into English by Cheong Kim. She is also a Korean. And it tells the story of Sonyo Park, a 69-year-old lady who goes missing one Saturday outside the Seoul station. And the whole story revolves around this incident and the perspective of different characters. Okay, and for this novel, she won the Man Asian Prize also. Okay, so it is a very important work, and it is her first novel to appear in English. Now, moving on to the work. When an elderly couple visits Seoul to celebrate their joint birthdays with their children, the 69-year-old matriarch Sonyo Park accidentally separates from her husband in a crowd at Seoul station. Sonyo has several illnesses and, unbeknownst to the family, is no longer capable of remembering even her name, and she disappears. And though the family searches for her, they will never see Sonyo again. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എൻറ്റയർ സ്റ്റോറി എന്ന് പറയുന്നത് സോനിയോ പാക്കിൻ്റെ മിസ്സിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ സോനിയോ പാക്ക് സിയോൾ സ്റ്റേഷനിൽ വരുന്നുണ്ട്, കൂടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ 69-year-old ലേഡിയാണ്. അവർക്ക് വായിക്കാൻ അറിയത്തില്ല, അതൊരു മെയിൻ പോയിൻ്റാണ്. ഓക്കെ, അവർ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർ മിസ്സിങ് ആവുകയാണ്. അപ്പോൾ ഇവരെ മിസ്സിങ്ങിൽ ഇവരുടെ മക്കൾക്ക് ഹസ്ബൻഡിന് തോന്നുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ നോവൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫാമിലി സെർച്ചസ് ഫോർ സോനിയോ അറൗണ്ട് സിയോൾ ഹോങ്ചോൾ. ദ എൽഡർ സൺ പ്ലേസസ് ആൻ ആഡ് ഇൻ ദ പേപ്പർ ആൻഡ് ദ ഫാമിലി മേക്സ് എ മിസ്സിംഗ് പേഴ്സൺ ഫ്ലെയർ. ദേ ഹാങ് അപ്പ് ആൻഡ് pass out around town. The goal is to find mom and then to look after her. അപ്പോൾ ഇവരെല്ലാം വളരെയധികം വിഷമത്തിലാണ്. ഇവരുടെ എല്ലാവരുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് അമ്മയെ കണ്ടുപിടിക്കണം, അമ്മയെ കണ്ടുപിടിച്ച് എന്താണ് നല്ല രീതിയിൽ നോക്കണം എന്നുള്ളതാണ് അവരുടെ മൈൻഡിലുള്ളത്. അതിനുവേണ്ടി അഡ്വർടൈസ്മെൻറ്റും ഫ്ലയേഴ്സും എല്ലാം ഹാങ്ങപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോ യൂസ് എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ദ നോവൽ കണ്ടെയ്ൻസ് 4 chapters and an epilogue, and each one narrated by a family member, and the narrative make use of heavy flashback and memory recall to flesh out Sonyo and her family's past. അപ്പം ഈ നോവലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 ചാപ്റ്റേഴ്സാണ്. ഈ 4 ചാപ്റ്റേഴ്സും ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവരാണ്, അവരുടെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഈ റാഷമോൺ മൂവി പോലെ എന്താണ് അവരുടേതായിട്ടുള്ള ഓരോ ക്യാരക്ടറിനും എന്താണ് തോന്നുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി, അവരുടെ വിചാരങ്ങൾ, അവരുടെ മൈൻഡിൽ കൂടെ പോകുന്ന തോട്ട്സ്, ഇതെല്ലാമാണ് അതിൽ കൂടെ പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ചിഹോനെ പറ്റി നോക്കാം. ചിഹോൻ എന്ന് പറയുന്നത് സോനിയുടെ എൽഡസ്റ്റ് ഡോട്ടറാണ്. ഷീ ഈസ് എ റൈറ്റർ നൗ, ആൻഡ് ഷീ റിഗ്രറ്റ്സ് ഹാവിങ് സ്പെൻഡ് ഹർ ലൈഫ് റൈറ്റിംഗ്, ബീങ് ആംഗ്രി വിത്ത് ഹർ മദർ ആൻഡ് ലാർജ്ലി ഇഗ്നോറിംഗ് ഹർ ഫാമിലി. Jihon was the first person to realize that Sonyo had an illness, and she hadn't disclosed to the family. When Jihon was her mom tested, she learns that Sonyo suffers from severe headaches after having a stroke she never told anyone about. Jihon admits to herself that she has never thought of her mother as a human being but as an object simply fulfilling the role of mother. അപ്പോൾ ഞാൻ പറഞ്ഞു, ജിഹോൻ ഇപ്പോൾ ഒരു റൈറ്ററാണ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ റൈറ്റർ ആവാൻ തന്നെ കാരണം എന്താണ്? അമ്മ അത്രയും സഫർ ചെയ്ത് ആ ടൈമിൽ നോക്കിയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ജിഹോന് വളരെയധികം ഒരു ഗിൽറ്റി കോൺഷ്യസ് ഫീലിംഗ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കെയർലെസ്നെസ് കാരണമാണ് അമ്മ ഇപ്പോൾ മിസ്സിങ് എന്നുള്ളൊരു ഫീലിംഗ്, അമ്മയെ താൻ വേണ്ടതുപോലെ നോക്കിയില്ല എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഗിൽറ്റ് സ്ട്രിക്കണാണ് ആര്? ജിഹോൻ എന്ന് പറയുന്നത്. അപ്പോൾ ജിഹോൻ ആണ് ആ ഫാമിലിയിൽ ആകെ അറിയാമെന്നുള്ളത് എന്താണ്, അമ്മയ്ക്കൊരു ഇൽനെസ് ഉണ്ട്, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സിവിയറായിട്ടുള്ള ഹെഡേക്സ് വരാറുണ്ട്. പക്ഷേ ജിഹോൻ അധികം എന്താണ് കെയർ കൊടുത്തില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ജിഹോൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ജിഹോൻ അഡ്മിറ്റ്സ് ടു ഹെർസെൽഫ് ദാറ്റ് ഷീ ഹാസ് നെവർ തോട്ട് ഓഫ് ഹർ മദർ ആസ് എ ഹ്യൂമൻ ബീങ്. ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് പോലും കണ്ടില്ല, തൻ്റെ അമ്മ എന്താണ് ഒരു ഒബ്ജക്റ്റായിട്ടാണ് താൻ കണ്ടതെന്നുള്ള വിചാരമാണ് ആർക്കുള്ളത്? ജിഹോനുള്ളത്. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ തോട്ട്സ് ഓഫ് ഹോങ്ചോൾ. ഹോങ്ചോൾ എന്ന് പറയുന്നത് എൽഡസ്റ്റ് സണ്ണാണ്. അപ്പോൾ ഹി ഓൾസോ റിഗ്രറ്റ്സ് ഫോർഗെറ്റിംഗ് അബൌട്ട് ഹിസ് മദർ. ആസ് ഹി സെർച്ചസ് അറൌണ്ട് സിയോൾ വിത്ത് ജിഹോൻ, ഹി വണ്ടേഴ്സ് വൈ ഹി ഫീൽസ് സോ ഗിൽറ്റി അബൌട്ട് സോനിയോസ് ഡിസപ്പിയറൻസ്. ഹി once made a promise to become rich and to take care of Sonyo, but he forgot this promise as time passed. Now he feels he won't ever get a chance to apologize. Flashback shows how Sonyo sacrificed for Hongchol to prosper and how strong Sonyo had to be when her husband temporarily left her for another woman. The chapter also highlights Sonyo's thinking by lost by suggesting that she tried visiting each of the 12 neighborhoods in which Hongchol once lived. അപ്പോൾ ഇതിൽ ഹോങ്ചോളിൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. അപ്പോൾ ഹോങ്ചോളിന് ഇപ്പോൾ വളരെയധികം വിഷമമുണ്ട്. കാരണം എന്താണ്, താനിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ ആവാൻ കാരണം, അല്ലെങ്കിൽ റിച്ച് ആവാൻ കാരണം തൻ്റെ അമ്മയായിട്ടുള്ള സോനിയോ ആണ്. ഇയാൾ ചെറുതിലേ എന്താണ് അമ്മയ്ക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് താൻ റിച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അമ്മയെ നല്ല രീതിയിൽ നോക്കുമെന്നായിരുന്നു പ്രോമിസ്. പക്ഷേ റിച്ച് ആയപ്പോൾ എന്താണ്
ആ പ്രോമിസ് തനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത് ആര് ഓർക്കുന്നു, ഹോങ്ചോൾ ഓർക്കുന്നുണ്ട്. ആൻഡ് നൗ ഹി ഫീൽസ് ഹി വോണ്ട് എവർ ഗെറ്റ് ദ ചാൻസ് ടു അപ്പോളജൈസ്. ഇപ്പോൾ അയാൾക്ക് ഫീൽ ആവുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്തൊരു സോറി പറയാൻ പോലും ഉള്ളൊരു ചാൻസ് തനിക്ക് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് പിന്നെ പറയുന്നത് സോനിയ തൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നുണ്ട്. സോനിയോസ് ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് ഇൻസെൻസിറ്റീവ് ആൻഡ് കെയർലെസ് ആൻഡ് ക്രൂവൽ. കാരണം അവരുടെ യങ്ങർ ബ്രദറായിട്ടുള്ള ക്യൂൻ കൊറിയൻ വാറിൽ മരിക്കുന്നുണ്ട്. ആ ടൈമിൽ പോലും തനിക്ക് സമാധാനത്തിൽ ഒരു വാക്ക് പോലും പറയാൻ വന്നിട്ടില്ല, തൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല. ആൻഡ് ഹി ഓൾസോ ഹാഡ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആൻഡ് he often made her sad. Okay, and the plot twist comes when Sonyo narrates the last chapter and she is now a spirit who hasn't yet found peace, meaning that she has died but no one has found her body. ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നതെന്ന് പറയുന്നത് സോനിയയുടെ സ്പിരിറ്റ് തന്നെ തൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സ്റ്റോറി പറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബേർഡായിട്ടാണ് സോനിയോ നറേറ്റ് ചെയ്യുന്നത്. തനിക്ക് അവർക്ക് അവരുടെ മക്കളുടെ വീട് കണ്ടുപിടിക്കണം, അവരെ കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ മക്കളുടെ വീട് പോലും സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട് പോലെയാണ് അവർക്ക് തോന്നുന്നത്. ആൻഡ് ഷീ ക്യാൻ ഓൺലി ഫൈൻഡ് ഹർ അൺനെയിംഡ് യങ്ങസ്റ്റ് ഡോട്ടേഴ്സ് ഹോം ആൻഡ് ദ ഹോം ഓഫ് എ സീക്രട്ട് ബെസ്റ്റ് ഫ്രണ്ട് യൂൻ ഗ്യൂലി. ഇപ്പോൾ അവർക്ക് ആകെ അറിയാൻ കഴിയുന്ന വീടുകളെന്ന് പറയുന്നത് യങ്ങസ്റ്റ് ഡോട്ടറിൻ്റെ വീടും അതുപോലെ യൂൻ ഗ്യൂലിയുടെ വീട് മാത്രമേ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം യങ്ങസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്നത് ഇവരുടെ പോലെ തന്നെ സെൽഫ് സാക്രിഫിഷ്യൽ പാത്തിലൂടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യങ്ങസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്നത്. മക്കളെ നോക്കി വളരെയധികം സാക്രിഫിഷ്യൽ ആയിട്ടുള്ളൊരു പാത്ത് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ യങ്ങസ്റ്റ് ഡോട്ടർ. അപ്പോൾ ആ ഒരു ഡോട്ടറിനോട് ആർക്ക് സോറി ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ സോനിയോപ്പാക്കിന് സോറി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് യൂൻ ഗ്യൂലി എന്ന് പറയുന്നത് അവരുടെ ഒരു സീക്രട്ട് ബോയ് ഫ്രണ്ടാണ്. ഓരോ ക്രൈസിസിൻ്റെ ടൈമിലും അവരെ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഡിമെൻഷ്യയാണ്, ഹോസ്പിറ്റലിലാണ്. ഇവരുടെ മിസ്സിങ് ഇയാളെ വളരെയധികം തളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് എപ്പിലോഗാണ്. In the epilogue, Ji-hoon visits Rome 9 months after her mother's disappearance. Saddened that her mother is still missing in the Vatican, Ji-hoon finds a rosewood rosary which Sonyo asks her to purchase should she ever visit the smallest country in the world, and Ji-hoon kneels before the Pieta while thinking of her mother. The novel ends with Ji-hoon asking Mother Mary to പ്ലീസ് ലുക്ക് ആഫ്റ്റർ മോം. അപ്പോൾ ഈ എപ്പിലോഗിൽ പറയുന്നത് റൈറ്ററായിട്ടുള്ള ജിഹോൻ റോം വിസിറ്റ് ചെയ്യുകയാണ്. 9 മാസമായി അമ്മയെ കാണാതായിട്ട്. എന്നാൽ അമ്മയെപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പോൾ വത്തിക്കാൻ സിറ്റി, സ്മോളസ്റ്റ് സിറ്റി എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്കൊരു റോസ്വുഡ് റോസറി വാങ്ങണമെന്ന് അമ്മ മുന്നേ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്? ജിഹോൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിഹോൻ അങ്ങനെ ഒരു റോസ്വുഡ് റോസറി വാങ്ങുന്നുണ്ട്. ആൻഡ് ഷീ നീൽസ് ബിഫോർ ദ പിയറ്റയുടെ മുന്നിൽ നീൽ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് ദ നോവൽ എൻഡ്സ് വിത്ത് ജിഹോൻ ആസ്കിങ് മദർ മേരി ടു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മോം. അമ്മയെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഈ നോവലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ടൈറ്റിൽ സജസ്റ്റ് ഇറ്റ് ഈസ് എ പ്ലീ ടു ലുക്ക് ആഫ്റ്റർ മോം. ഇതൊരു ഐ ഓപ്പണർ നോവലാണ്. ഓൾഡ് പാരൻസിനെ അബാൻഡൻ ചെയ്യുന്ന ചിൽഡ്രനുമായിട്ടുള്ളൊരു ഐ ഓപ്പണർ നോവലായിട്ട് നമുക്ക് കണക്കാക്കാം. തൻ്റെ അമ്മയെ നോക്കിക്കൊള്ളണം, തൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ തന്നെ സഹായിച്ച പാരൻസിനെ നമ്മൾ ഒരിക്കലും അബാൻഡൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഐഡിയ ആണ് ഈ നോവലിലൂടെ നമുക്ക് തരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സമ്മറി ഓഫ് ദിസ് നോവൽ. ഇഫ് യു ഹാവ് എനിത്തിങ് ടു ആഡ്, പ്ലീസ് ആഡ് ഓൺ in the comment section. Thank you all.